മൃദു, ഒരു സത്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ജെയിംസ് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കടാ. ഇതിന്റെ എല്ലാം പിന്നിൽ സ്റ്റീഫനാ. ആ സ്റ്റീഫൻ. സാർ, നീ പ്രശ്നം ഉണ്ടാക്കാതെ. ഇതിന്റെ എല്ലാം പിന്നിൽ സ്റ്റീഫൻ ആണെങ്കിൽ നമുക്ക് അയാളെ കൈകാര്യം ചെയ്യാം. രാഹുലിനെ സ്റ്റീഫനാണ് കിഡ്നാപ്പ് ചെയ്തതെങ്കിൽ അയാൾ വീണ്ടും വരുമല്ലോ മൃദുവിനെ തട്ടിക്കൊണ്ടുപോകാൻ. നമുക്കവരെ അപ്പ പിടികൂടാം. ജെയിംസ്, നീ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ പറയുന്നത്? എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഓർമ്മക്കുറവും ഇല്ല. എന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയടാ മൃദു, എന്റെ ഓർമ്മ തിരിച്ചു കിട്ടി. ഇത് മേശ, അത് ബ്ലാക്ക് ബോർഡ്, ഇത് വള, ബ്രൗൺ. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടി. അല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? എവിടെയെല്ലാം തിരക്കി? എന്താ ശശിയേട്ടാ? ശശിയേട്ടാ, എനിക്ക് ഓർമ്മയില്ലെന്നാ ഇവരെല്ലാരും പറയുന്നത്. ശശിയേട്ടൻ അങ്ങനെ പറയരുത്. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ശശിയേട്ടൻ ഒന്ന് പറ. ഞാൻ പറയുന്നൊന്നും ഇവര് വിശ്വസിക്കുന്നില്ല. നിനക്ക് കുഴപ്പമുണ്ടെന്ന് ആരാ പറഞ്ഞത്? കുഴപ്പമുണ്ടെന്ന് ആര് പറഞ്ഞാലും ഈ ശശിയേട്ടൻ വിശ്വസിക്കില്ല. പോരെ? അത് മതി. എനിക്ക് ശശിയേട്ടനോട് ഒരു കാര്യം ഞാൻ പറയാം. കാര്യമൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഞാനിപ്പോ വേറൊരു കാര്യം പറയാനാ വന്നത്. ജെയിംസിനെ മൃദുലയും പ്രിൻസിപ്പൽ അത്യാവശ്യമായിട്ട് വിളിക്കുന്നു. വേഗം അങ്ങോട്ട് ചെല്ല്. ഇവർക്കാർക്കും ഞാൻ പറയുന്ന എന്തോന്ന് വിശ്വാസം വരാത്ത? എന്താ മേഡം? രാഹുലിന്റെ മിസ്സിങ്ങിനെ പറ്റി ഒരു പുതിയ കാര്യം പറയാനാ വിളിപ്പിച്ചത്. എന്താ മാഡം പുതിയ കാര്യം? അവനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ? ഇതൊരു പുതിയ പരാതിയാണ്. പരാതി? എന്ത് പരാതി? രാഹുൽ കൃഷ്ണന്റെ മിസ്സിങ്ങിന് ജെയിംസിനും മൃദുലയ്ക്കും പങ്കുണ്ടെന്നും അവരെ ചോദ്യം ചെയ്യണമെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതി. ആരുടെ പരാതി? എന്റെ പരാതി. ഞാനാണ് പരാതി കൊടുത്തത്. നീ കണ്ടായിരുന്നോ ഞാനും ജെയിംസും കൂടി രാഹുലിനെ കടത്തിക്കൊണ്ടു പോകുന്നത്? കാണാത്ത കാര്യങ്ങളല്ലേ സംശയത്തിന്റെ പേരിൽ സത്യം എന്ന് പിന്നീട് തെളിയുന്നത്. കണ്ട കാര്യമാണെങ്കിൽ സംശയം എന്തിനാ? ഞാനൊരു സാക്ഷിയായ പോരെ? എടീ, ആദ്യം നീയും അവനും കൂടി ജ്യോതിയുടെ ആത്മഹത്യയിൽ ഞങ്ങളെ കുടുക്കി കോടതി വരെ എത്തിച്ചു. ഇപ്പൊ എങ്ങനെയോ കാണാതായ അവന്റെ പേരിൽ ഞങ്ങളെ കൊടുക്കാൻ നീ തനിച്ചിറങ്ങിയിരിക്കുകയാണ്. എന്താ തനിച്ചിറങ്ങിയ നാൻസി സാമുവലിന്റെ സംശയങ്ങളും പരാതികളും ആരും ശ്രദ്ധിക്കില്ലേ? മാഡം, എനിക്ക് ബലമായ സംശയമുണ്ട്. രാഹുലിന്റെ മിസ്സിംഗിൽ ഇവർക്ക് പങ്കുണ്ട്. ഇവരാണ് അതിന്റെ പിന്നിൽ. രാഹുലിന്റെ മിസ്സിംഗില് ഇവർക്ക് പങ്കുണ്ടെന്നുള്ള സംശയം നാൻസിക്ക് എങ്ങനെ ഉണ്ടായി? അതുകൂടെ പറയേ. എന്തിനു പറയണം? നടന്ന സംഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയ പോരെ? ജ്യോതിയുടെ മരണം ആത്മഹത്യയാണെന്നും അതിന് പിന്നിൽ ഇവരാണെന്ന് തെളിയിക്കുന്ന ആളാണ് രാഹുൽ. ആ രാഹുൽ ഇവിടെ ഇല്ലാതിരുന്നാൽ പിന്നെ ആരോടെ നിലനിൽക്കും? നാൻസി മക്കളത്തില് രാഹുലിന്റെ കൂടെ അല്ലേ? എങ്കിൽ പിന്നെ ഇവരെന്താ നാൻസി വെറുതെ വിട്ടത്? എന്റെ മിസ്സിംഗ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മാഡം. ഇന്നലെ നാളെ ഇവരതും ചെയ്തേക്കാം. നീ വളരെ ഭംഗിയായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു മാഡം. രാഹുലിന്റെ മിസ്സിംഗിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. ഇവരാണ് രാഹുലിന്റെ തിരുവനന്തപുരത്തിന്. ഇവരാണ് ചോദ്യം ചെയ്യേണ്ടത്. ജെയിംസ്, രക്ഷപ്പെടാൻ വീണ്ടും തോന്നില്ലേ? എങ്കിൽ ആരോപണം ഞാൻ തെളിയിച്ചു തരാം മാഡം. ജ്യോതിയുടെ മരണത്തിൽ രാഹുലിനും ഇവൾക്കും പങ്കുണ്ടെന്ന് സംശയം നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കെതിരെയുള്ള ആത്മഹത്യാവാദം പൊളിയുന്നതായിട്ട് ഇവൾക്കും അവനും സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോ രാഹുലിന്റെ കയ്യിൽ വിലങ്ങ് വീഴുമെന്നുള്ള കാര്യം ഉറപ്പാകുന്നു. ഇവൾ, ഈ നാൻസി, അന്തപരമായിട്ട് രാഹുലിനെ ഇവിടെ നിന്ന് മാറ്റി മറ്റെവിടെയോ പാർപ്പിച്ചിരിക്കും. നിങ്ങൾ ഏത് കാര്യത്തിൽ ഇങ്ങനെ പരസ്പരം പഴിച്ചാരി രണ്ട് തട്ടിൽ നിന്നാൽ എങ്ങനെയാ ഇവിടെ ഉണ്ടായിരിക്കുന്ന? ഇതിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും പങ്കില്ലാതെ മൂന്നാമതൊരാൾക്ക് പങ്കുണ്ടാവുകയോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ഒളിഞ്ഞടക്കുകയാണെങ്കിൽ അതറിയാനും കണ്ടെത്താനുള്ള വഴികളാണ് നിങ്ങൾ ഈ നഷ്ടപ്പെടുത്തുന്നത്. ഞങ്ങൾക്കെതിരെ ഇതൊക്കെ ആരോപിക്കാൻ ഇവൾക്ക് എങ്ങനെ തോന്നി? എനിക്ക് തോന്നിയത് എങ്ങനെയാണോ അങ്ങനെയല്ലേ എന്നെ പറയാൻ നിങ്ങൾക്ക് തോന്നിയത്? മാഡം, എന്റെ പരാതി സ്വീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചെയർമാന് പരാതി കൊടുക്കും. തൽക്കാലം നിങ്ങൾ പോ. ഈ പരാതിയെ പറ്റി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഈ പരാതിയെ പറ്റി ഇനി ആലോചിക്കണമെന്നില്ല മാഡം. നടപടിയെടുത്തോളൂ. സാമിന്റെ നാശം കാണുന്നവർ എന്റെയും മൃദുവിന്റെയും കൂടെ നാശം കാണട്ടെ.
അതായിട്ട് ഇനി ബാക്കി വെക്കണം. വാ. നാൻസി, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ശശിയേട്ടൻ എന്താ അറിഞ്ഞത്? ജെയിംസിനും മൃദുലയ്ക്കുമെതിരെ രാഹുലിന്റെ മിസ്സിംഗ് കേസിൽ പ്രിൻസിക്ക് പരാതി കൊടുത്ത കാര്യം. പരാതി കൊടുത്ത തെറ്റായിപ്പോയെന്നാണോ ശശിയേട്ടൻ പറയുന്നത്? തെറ്റല്ല കുട്ടി, ക്രൂരതയായിപ്പോയി. ശശിയേട്ടാ, കുട്ടിയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല. പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ കോടതി വരെ കയറി, അതിലൊന്നും കടമ്പില്ലാന്ന് എനിക്കറിയാം. പക്ഷേ 5 ഫിംഗേഴ്സിൽ ഒരാളുടെ മിസ്സിംഗിൽ മറ്റു 2 പേർക്കും പങ്കുണ്ടെന്ന ഇത്രയും പച്ചയ്ക്ക് പരാതി നൽകേണ്ടിയിരുന്നില്ല. ഇതിന് പകരം വീട്ടാൻ ജെയിംസ് ഇറങ്ങില്ലേ? കുട്ടി തനിച്ചാണെന്ന് ഓർക്കണം. പകരം വീട്ടാൻ ജെയിംസ് ഇറങ്ങില്ലേ? കുട്ടി തനിച്ചാണെന്ന് ഓർക്കണം. ജെയിംസ് പകരം വീട്ടാൻ ഇറങ്ങില്ല ശശിയേട്ടാ. അവനും മൃദുവും കൂടി രാഹുലിനെ കണ്ടെത്താൻ തയ്യാറായിട്ട് ഇറങ്ങും. അതാ നടക്കാൻ പോകുന്നത്. മനസ്സിലായില്ല. രാഹുലിന്റെ മിസ്സിംഗിൽ അവർക്കെതിരെ പരാതി കൊടുത്തത് അവരെ ദ്രോഹിക്കാനല്ല. അങ്ങനെ ഒരു പരാതി വന്ന ജെയിംസ് രാഹുലിനെ തേടി ഇറങ്ങുമെന്ന് എനിക്കറിയാം. ജെയിംസിനെയും മൃദുവിനെയും അതിലേക്ക് പിടിച്ചിറക്കാനാ ഞാൻ അങ്ങനെ ചെയ്തത്. രാഹുലിനെ കണ്ടെത്താൻ വേറെ വഴിയൊന്നുമില്ല ശശിയേട്ടാ. കുട്ടി, ഈ ഉദ്ദേശത്തിലെ അത് ചെയ്തതെന്ന് അവർക്കറിയില്ലല്ലോ. അതറിയാതെ ജെയിംസ് കുട്ടിക്ക് ഉപദ്രവം ഉണ്ടാക്കിയാൽ? അവനെങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ശശിയേട്ടാ. രാഹുലിന് വേണ്ടിയല്ലേ? അവനെങ്ങനെങ്കിലും കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. നാൻസി, ശശിയേട്ടൻ ഇക്കാര്യം അവരോട് പറയാൻ പോണ്ട. പറഞ്ഞാ ഞാൻ കൊടുത്ത പരാതിക്ക് ഫലമില്ലാതെ പോകും. ജെയിംസ്, അത്രയ്ക്കായോ? അവളെ വെറുതെ വിടുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും മൃദു, എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാ പ്രിൻസിപ്പലെ വിളിപ്പിച്ചത്? ഇവൻ ആരെ പറ്റിയാ പറയുന്നത്? ഒന്നുമില്ല സാം. പ്രിൻസി ഞങ്ങളെ വെറുതെ വിളിച്ചതാ. വെറുതെ പ്രിൻസി വിളിക്കില്ല. സത്യം പറ മൃദു. ഒന്നും എനിക്കറിയില്ല എന്ന് വിചാരിക്കരുത്. നാൻസിയെ പറ്റിയല്ലേ ഇവൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അവള് നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തു അല്ലേ? സാം, നീ ഇതെങ്ങനെ അറിഞ്ഞു? അറിഞ്ഞത് എങ്ങനെയെങ്കിലും ആവട്ടെ. ജെയിംസിനെ ഇത്ര അറിയാമെങ്കിൽ എന്റെ ഓർമ്മശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല നളിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സാം, രാഹുലിന്റെ മിസ്സിങ്ങിൽ നിങ്ങൾ നാൻസിയെ പഴിച്ചായിരുന്നു. നിങ്ങൾ അവളിൽ കുറ്റം ചുമത്തുന്നു. നിങ്ങൾ രണ്ടുപേരോടും ഒരു സത്യം പറഞ്ഞേക്കാം. സ്റ്റീഫൻ എന്തിനാണെന്ന് ബോർഡിംഗിൽ വന്നു എന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം. സിക്കാണ് ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അല്ലാതെ നാൻസി രാഹുലിനെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞ എന്ത് പ്രയോജനം? സാം, നീ വിചാരിക്കുന്നത് പോലെയല്ല. രാഹുൽ എവിടെയും പോയിട്ടില്ല. അവനെ ആരും തട്ടിക്കൊണ്ടു പോയതുമല്ല. ജെയിംസ്, അപ്പൊ നാൻസി തന്നെയാ രാഹുലിനെ മാറ്റിയതെന്ന് നീ വെറുതെ പറഞ്ഞതല്ലേ? അവളങ്ങനെ ചെയ്യോ? ഞാൻ വിശ്വസിക്കില്ല. അവളും അവനും കൂടി നമ്മുടെ മേലിൽ ജ്യോതിയുടെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ആരോപിച്ചപ്പോ അത് കോടതിയിൽ എത്തുമെന്നും നമുക്കെല്ലാം സസ്പെൻഷൻ വരെ കിട്ടുമെന്നും നീ വിശ്വസിച്ചോ? അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? എങ്കിൽ ഇങ്ങനെയും സംഭവിച്ചിരിക്കാം. അല്ല, സംഭവിച്ചിരിക്കുന്നു. ജെയിംസ്, നാൻസിക്ക് അതിനൊക്കെയുള്ള ധൈര്യമുണ്ടോ? പഴയ ഞാൻ ചെല്ലാം. ശത്രുവിനെ കൂട്ടുപിടിച്ചിട്ടായാലും പക തീർക്കാണ് അവളുടെ ലക്ഷ്യം. ജെയിംസ്, എന്തോ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ നാൻസി സംശയിക്കാതെ ആ സ്റ്റീഫൻ എന്തിന് നമ്മുടെ ബോഡിയിൽ ആ രാത്രി വന്നു എന്ന് അന്വേഷിക്കാൻ ശ്രമിക്കും. സാം, നീ ഒന്ന് നിർത്തി. എന്ത് പറഞ്ഞാലും ഒരു സ്റ്റീഫൻ സിക്ക് നിനക്ക് വേറെ പണിയില്ല. എനിക്കൊന്ന് കേൾക്കണം. ജെയിംസ്, നീ ഒന്ന് പോകുന്നുണ്ടോ? ശരിടാ, ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല. ഒന്നും. ജെയിംസ്, സാം എന്ത് വേണം? അവന്റെ സ്ഥിതി നിനക്കറിയില്ലേ? പിന്നെ എന്തിനാ പാവത്തിന് വഴക്കു പറഞ്ഞേ? ജയിലിൽ കിടക്കുന്ന സ്റ്റീഫൻ അവന്റെ മുമ്പിൽ എത്തിയെന്ന് പറയുന്നത് കേട്ട് കേട്ട് മടുത്തു. അത് പഴയ ഓർമ്മകളിൽ അവന് തോന്നുന്ന സംശയങ്ങൾ കൊണ്ട് പറയുന്നതല്ലേ? പാവം സാം. സാം, നീ എന്തായി പറയുന്നേ? സ്റ്റീഫൻ
അയാൾ നിന്നെ ആക്രമിച്ചെന്നു. അതെ നാൻസി, ഞാൻ സത്യം പറയുന്നത്. ഞാൻ ഈ സത്യം പറഞ്ഞപ്പോൾ ജെയിംസ് മൃദുവൊന്നും വിശ്വസിക്കുന്നില്ല. നീയെങ്കിലും ഒന്ന് വിശ്വസിക്കും. സ്റ്റീഫൻ, നീ ശരിക്കും കണ്ടോ? അയാൾ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പാണോ? അതോ ഓർമ്മ പക്ഷേ നിനക്ക് തോന്നിയ സംശയം? ഏതാ സാം ശരി? നാൻസി പ്ലീസ്, ഇങ്ങനെ നീ ഇവിടെ ചോദിച്ചാൽ ശരിക്കും എന്റെ ഓർമ്മശക്തി നശിക്കത്തുള്ളൂ. എന്റെ ഓർമ്മശക്തി നശിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ബോധ്യപ്പെട്ടത്? പറ സാം, നാൻസി, ഞാൻ അയാൾ ആ രാത്രി ബോർഡിൽ കണ്ടതാണ്. അന്ന് രാത്രിയില്ലേ രാഹുൽ മിസ്സായത്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും. സീക്കാണ് രാഹുലിനെ സ്റ്റീഫൻ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റീഫൻ അയാൾ ജയിലിൽ കിടക്കല്ലേ സാം? അയാൾ എങ്ങനെ ബോർഡിങ്ങില്? അതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ അയാൾ ആ രാത്രിയിൽ മുഖംമൂടി ധരിച്ച് ബോർഡിൽ വന്നു എന്ന് ഒന്ന് അന്വേഷിക്കണം. സാം, നീ ശരിക്കും ഒന്നുകൂടെ ഓർമ്മിച്ച് നോക്ക്. അത് സ്റ്റീഫൻ തന്നെ ആയിരുന്നു അതോ വേറെ ആരെങ്കിലും? നാൻസി നിർത്ത്. പറഞ്ഞ കാര്യം ഞാൻ പിൻവലിച്ചു. ഞാൻ സ്റ്റീഫനെ കണ്ടിട്ടില്ല, ആരും എന്നെ ആക്രമിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ രാഹുലിനെ കാണാതെ? സ്റ്റീഫൻ ജയിലിലാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ അയാൾ ഇപ്പോഴും ജയിലിൽ തന്നെ ഉണ്ടോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? സാം, അയാൾ ജയിലിൽ പുറത്താണെങ്കിൽ ആണെങ്കിൽ അതറിയണം. ഏതായാലും നീ പറഞ്ഞ വിവരങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നില്ല. സ്റ്റീഫൻ ജയിലിലുണ്ടെങ്കിൽ അതറിയണം, ഇല്ലെങ്കിലും അറിയണം. നിങ്ങൾ സ്റ്റീഫന്റെ ആരാ? സ്റ്റീഫൻ സാർ ഞങ്ങളുടെ വാദന. അയാളുടെ എത്തിയിട്ട് കുറെ കാലമായല്ലോ. ഇപ്പോഴാണ് വാറൻ സാർ അന്വേഷിക്കാൻ സമയം കിട്ടിയത്. ഞങ്ങളൊരു സംശയം തീർക്കാനാണ് സാർ വന്നത്. എന്ത് സംശയം? സ്റ്റീഫൻ വാദൻ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അതെന്താ നിങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നാൻ കാരണം? സ്റ്റീഫൻ വാർഡനെ പോലെ ഒരാളെ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരിടത്ത് വെച്ച് കണ്ടു. സ്റ്റീഫനെ പോലെ ഒരാൾ? അതെ സർ. അത് നിങ്ങൾക്ക് തോന്നിയതായി. ഒരാളെ പോലെ രൂപ സാദൃശ്യമുള്ള വേറെയും ചിലരില്ല. സാർ, ഞങ്ങൾക്ക് സ്റ്റീഫൻ സാറിനെ കാണാമോ? അയാൾ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരാളെ നിങ്ങളെപ്പോലുള്ള രണ്ട് കുട്ടികൾ കാണണമെന്ന് പറഞ്ഞാലേ നോനോ, അത് ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾക്ക് അയാളോടൊന്നും സംസാരിക്കേണ്ട സർ. അയാളൊന്ന് കണ്ടാൽ മാത്രം മതി. അയാൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഉറപ്പിക്കാൻ എന്തോടാ? ഇത് കല്യാണാലോചന, ഇത് ജയിലാണ്. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോ സ്റ്റീഫൻ വാർഡനെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല സർ? കാണാൻ സാധ്യമല്ല. അപ്പോ സ്റ്റീഫൻ ഇവിടെ ഇല്ലാന്നല്ല അതിന്റെ അർത്ഥം. രണ്ട് വിദ്യാർത്ഥികളായതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും കൺസിഡറേഷൻ തന്നത്. നിങ്ങൾക്ക് പോ. ജയിലിലെ ഒരു പ്രതിയെ സന്ദർശിക്കുന്നതിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. അതിന്റെ പേരിൽ ജയിൽ സൂപ്രണ്ട് നിങ്ങൾ അന്വേഷിച്ചു എന്ന പ്രതിയെ കാണാൻ അനുവദിക്കാതിരുന്നത് വലിയ തെറ്റൊന്നുമല്ല. അതേപ്പറ്റി എന്നോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ജയിലിലെ ഒരു പ്രതിയെ സന്ദർശിക്കുന്നതിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. അതിന്റെ പേരിൽ ജയിൽ സൂപ്രണ്ട് നിങ്ങൾ അന്വേഷിച്ചു എന്ന പ്രതിയെ കാണാൻ അനുവദിക്കാതിരുന്നത് വലിയ തെറ്റൊന്നുമല്ല. അതേപ്പറ്റി എന്നോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ എന്തിന് ജയിലിൽ പോയി സ്റ്റീഫനെ കാണണം? അയാൾ നിങ്ങളുടെ സ്കൂളിലെ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ പ്രതിയല്ലേ? അയാളുമായിട്ട് നിങ്ങൾക്ക് പഴയ ബന്ധം വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് അയാളുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് സാറിന് റോസി കൊലക്കേസിന്റെ ഡയറി പരിശോധിച്ചാൽ അറിയാൻ കഴിയും. സ്റ്റീഫൻ വാർഡൻ ജയിലിലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഇതിനെ തീർച്ചപ്പെടുത്തണം. അതിലെന്താണ് നിങ്ങളുടെ മോട്ടീവ്? സർ, രാഹുൽ മിസ്സിംഗ് ആയ രാത്രിയിൽ എന്നെ ആക്രമിച്ചത് സ്റ്റീഫൻ വാർഡന്. വാട്ട്? ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന സ്റ്റീഫൻ വാർഡൻ എങ്ങനെ നിന്നെ ആക്രമിക്കാൻ ബോർഡിംഗിലെത്തി? അയാൾ എങ്ങനെ എത്തിയെന്ന് സാറാണ് കണ്ടുപിടിക്കേണ്ടത്. റോസി കേസിൽ ഞങ്ങളെല്ലാം അയാൾ ശത്രുക്കളാണ്. രാഹുലിനെ അയാൾ തട്ടിക്കൊണ്ട് പോയതായിരിക്കും സർ. ഇവന്റെ ഓർമ്മപ്പശയൊക്കെ നന്നായിട്ട് മാറിയോ? പോലീസിൽ ഒരാൾ ഒരു വിവരം തരുമ്പോ അതിനെ ഓർമ്മപ്പശകിൽപ്പെടുത്തിയാൽ മതിയോ സർ? നിങ്ങളുടെ ഈ വെളിപ്പെടുത്തൽ ജയിൽ നിയമത്തെ ചലഞ്ച് ചെയ്യുന്നതാണെന്നറിയാമോ? പിന്നെ എന്തുകൊണ്ട് ആ ജയിൽ ഓഫീസർ സ്റ്റീഫനെ കാണാൻ ഞങ്ങൾ അനുവദിച്ചില്ല? അയാൾ അവിടെ ഇല്ല സർ. അയാൾ ജയിലിൽ ചാടിയിട്ടുണ്ട്. ചന്ദ്രപാൽ, അയാളെ വിളിക്കാം. ആ ജയിലിൽ. ഹലോ, സി ചന്ദ്രപാലാണ്. സർ, സ്റ്റീഫൻ വാർഡൻ അവിടെ തന്നെ ഉണ്ട്. നോ സർ. പിന്നെ എങ്ങനെ സ്റ്റീഫൻ വാർഡൻ ബോർഡിംഗിൽ വന്ന് എന്നെ അറ്റാക്ക് ചെയ്തു? യെസ്, അതേ ചോദ്യമാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. അതെങ്ങനെ സംഭവിച്ചു? ഒന്നുകിൽ നിനക്കുണ്ടായ ഓർമ്മപ്പിശകിൽ ഉണ്ടാകുന്ന തോന്നലായിരിക്കാം ഇതൊക്കെ, അല്ലെങ്കിൽ കർക്കശമായ ജയിൽ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നതായി തീരുവത്. സർ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്റ്റീഫൻ വാർഡൻ തന്നെയാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ. Stop it. അതിനർത്ഥം ജയിൽ എന്നാൽ കുറ്റവാളികളെ ഇറക്കി വിട്ട് നാട്ടിൽ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സ്ഥാപനം എന്നാണോ? സർ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്കറിയാം. പറഞ്ഞ കാര്യങ്ങളിലെ സത്യം അറിയാം. ഇവന്റെ ഓർമ്മശക്തി കുറച്ചുകൂടി തെളിയട്ടെ, അപ്പൊ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് പോവാം. താങ്ക് യു സർ. അവൻ എന്തായാലും സാറിന്റെ പേര് പറയാത്ത ഭാഗ്യം. ഓർമ്മക്കുറവെന്ന് ഇങ്ങനെയും പറയൂ. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയേണ്ട ചന്ദ്രപാൽ. മറ്റു ചില വസ്തുതകളിലേക്ക് നമ്മുടെ അന്വേഷണത്തെ കൊണ്ടുപോകുന്ന സൂചിക അയക്കാം സാമിന്റെ ഓർമ്മക്കുറവ്.
സർ, അവനെ ആരോ ആ രാത്രിയിൽ ആക്രമിച്ചതായി അവനറിയാം. മുഖം ഓർമ്മയില്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ടായിരിക്കാം സ്റ്റീഫന്റെ കാര്യം ഓർത്തു പറയുന്നത്. സാർ പറഞ്ഞു വരുന്നത് ഞാൻ തന്നെ ഏൽപ്പിച്ച ജോലി എന്തായി? സ്കൂളിനും ബോർഡിങ്ങിനും 5 കിലോമീറ്റർ ചുറ്റളം ഞാൻ അന്വേഷിച്ചു സാർ. സംശയിക്കത്തക്കതായി ആരെക്കുറിച്ച് ഒരു സൂചനയില്ല. എങ്കിൽ ഒരിക്കൽ കൂടി അന്വേഷിക്കണം. ജ്യോതി, രാഹുൽ സാം, ഈ 3 സംഭവങ്ങൾക്കിടയിൽ 5 ഫിംഗേഴ്സിനെ മറിഞ്ഞ് മറ്റൊരാളുണ്ട്. ഇനിയും മുഖം വ്യക്തമാകാത്ത മറ്റൊരാൾ. സർ, ചന്ദ്രപാലിന് പോവാം. സ്റ്റീഫൻ ജയിലിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. നമ്മുടെ മുന്നിൽ വെച്ചല്ലേ ചന്ദ്രപാൽ ജയിലേക്ക് വിളിച്ച് ചോദിച്ചത്. ആ ചന്ദ്രപാൽ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും സംശയം. പിന്നെ ആ ജയിലിൽ സ്റ്റീഫൻ കാണാൻ നമ്മൾ അനുവദിച്ചോ? എല്ലാം നിന്റെ തോന്നലായിരിക്കും സാം. നീ വീണ്ടും എന്നെ കുഴപ്പത്തിലാക്കല്ലേ. നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കുഴപ്പത്തിലാവാതിരിക്കാൻ ഞാൻ പറയുന്നത്. രാഹുലളിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരായിട്ട് നീ ജെയിംസിനെ മുന്നിൽ കാണരുത്. ഒന്നും എനിക്ക് വ്യക്തമായതാ. ഞാൻ എന്ത് ചെയ്യും സാം? ഞാൻ വ്യക്തമാക്കി തരാം. എല്ലാം ഞാൻ തന്നെ വ്യക്തമാക്കി തന്നേക്കാം. ജെയിംസ്, നീ മിണ്ടരുത്. എല്ലാം ഞാൻ അറിഞ്ഞു. സാം, നീ എന്തിനാ ജയിലിൽ പോയത്? കമ്മീഷണർ കാണാൻ എന്തിനു പോയി? സ്റ്റീഫൻ അവിടെ തന്നെ ഉണ്ടോന്നൊന്ന് അറിയാൻ പോയതാ. എന്നിട്ട് സ്റ്റീഫൻ എവിടെ ഉണ്ടോന്ന് അറിഞ്ഞോ? അറിയില്ല, കാണാൻ കഴിഞ്ഞില്ല. ജെയിംസിനെ ധിക്കരിച്ച് ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ നീ എന്തിനാ പോയത്? ഇവൻ തനിയെ പോയതല്ല, ഞാൻ കൊണ്ടുപോയതാ. നീ കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. കൊണ്ടുപോകേണ്ടത് നിന്റെ ആവശ്യമല്ലേ?